വന്നിരിക്കുന്നത് ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് 16-ാം തീയതി ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ തയ്യലുകളായിരുന്നു ഇതെല്ലാവേ. അപ്പോൾ നമുക്കിത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതാണ്. ഇപ്പോൾ എല്ലായിടവും ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നതും ഇത് തന്നെയാണല്ലോ. ഇങ്ങനെ ഒരു പാവാടയാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്, പ്ലീറ്റൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമ്മളിതാ ഒരു ഡിസൈനിങ് ആയി കൊടുത്തിട്ടുണ്ട്. ഈ പാവാടയുടെ തന്നെ ഒരു സാധനം നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇതുപോലെ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഹുക്സ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തത്. ഇനി അടുത്തത് അതുപോലെ തന്നെയുള്ള വേറൊരു പാവാട തന്നെയാണിത് കേട്ടോ. ഇത് നന്നായിട്ട് പ്ലീറ്റൊക്കെ ചെയ്ത് നമ്മളൊരു അയൺ ചെയ്താണ് കേട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അയൺ ചെയ്ത് എടുക്കുമ്പോഴാണ് നമ്മുടെ ഒരു സ്റ്റിച്ചിങ്ങിന് പെർഫെക്ഷൻ വരുന്നത്. അപ്പോൾ അതിന് നമ്മളിതാ ഇത് ഒരു അനിയത്തിയുടെ ചേട്ടത്തിയുടെ തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപോലെ തന്നെയാണ്. പിന്നെ ആ ഒരു നെക്ക് പോർഷനിലാണ് മാറ്റമുള്ളത്. അവിടെ നമ്മളൊരു ലേസൊക്കെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു കുർത്തി സെറ്റാണേ. ഇങ്ങനെ ഉണ്ട്. ഇവിടെ നമ്മൾ ലേസൊക്കെ വെച്ച് ഒരു സ്ക്വയർ നെക്കാണ്, നല്ല ഡീപ്പായിട്ടുള്ളൊരു സ്ക്വയർ നെക്കാണ്. കുഞ്ഞ് പഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നമ്മുടെ ഒരു റൗണ്ട് പോലെ വരുന്ന എന്നാൽ ഒരു സ്ക്വയർ ഷേപ്പൊക്കെ പോലെ തോന്നുന്നതാണേ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കസവൊക്കെ വരുന്നുണ്ട്. ബോർഡർ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പാൻറ് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ആൾക്ക് ബാൻഡായിട്ട് ഈ കെട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോള് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് കളറിലുള്ള ഷോളാണ്. ഇതാണ് അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത്. സ്കാലപ്പൊക്കെ ചെയ്ത ഒരു ഷോളാണ്. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് വേറൊരാളുടെ ഒരു സെറ്റാണ്. അത് നമ്മൾ അംബർല ടൈപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ സർക്കിൾ അംബർലയാണ്. ഇത്രയും വരും, നല്ല ഒരു ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ അവരുടെ ആ ഒരു ബാൻഡിൽ നമ്മളിത് ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുന്നത് കുഞ്ചലം പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിതാണ്. ഇനി അവർക്ക് തന്നെ ഈ സ്കേർട്ടിൻ്റെ ബ്ലൗസാണ് നമ്മുടെ സ്വീറ്റ് ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് ഒരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ബാക്ക് ഓപ്പൺ ആണ്. പ്രിൻസസ് കട്ടിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കണ്ടോ. ഇനി ഈ ഉടുപ്പിൻ്റെ ആളുടെ അനിയത്തിയുടേതാണേ. ഇതൊരു ഡബിൾ ഷെയ്ഡുള്ള ഒരു പാവാടയാണ്. അത് നമ്മൾ ഇത് ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ. അപ്പോൾ അതിൻ്റെതും നമ്മൾ ഓൺ വോയിസ് ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊക്കെ നല്ല സൗണ്ടൊക്കെ വരും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വി നെക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെന്താ ഇതുപോലെ തന്നെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ്. നമ്മുടെ ആ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു കർവ് പോലെ നമ്മുടെ ആ ലാലിയ കട്ട് പോലെയൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ. അതും പ്രിൻസസ് കട്ടിൽ തന്നെയാണ്, വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇതെല്ലാം 16-ാം തീയതിയിലേക്ക് പോകേണ്ടതാണ് കേട്ടോ. അടുത്തത് ഇതുപോലൊരു വൈൻ കളർ പാവാടയാണ്. അതും നമ്മൾ ഫുൾ സർക്കിൾ അംബർല തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കെട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ബ്ലൗസ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കസ്റ്റമർ വന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങ് ഓക്കെ ട്രൈ ചെയ്യാമെന്ന് നോക്കി. അത് ഇങ്ങനെയാണ്. മധുബാല ബ്ലൗസ് എന്നാണ് ഈ ബ്ലൗസിൻ്റെ പേര്. അതിൽ നമുക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അല്ലാണ്ട് ടക്കും കാര്യങ്ങളും ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ആ ഒരു നെക്ക് പോർഷനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കോൺട്രാസ്റ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ബാക്കിൽ ഹുക്കാണ് വരുന്നത്. ബാക്കിൽ നല്ല വൈഡായിട്ടുള്ള ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ അതാ ഇതുപോലെ കുഞ്ചലമൊക്കെ കൊടുത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറഞ്ഞേക്കണേ കണ്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഉള്ളത് ഇത് ഒരു അംബ്രല്ല സ്കേർട്ട് തന്നെയാണ്. ഇതിന് നമ്മളിതാ ഇങ്ങനെ മുത്തൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ആ ഒരു പഞ്ചിങ് മെഷീൻ കൊണ്ട് മുത്തൊക്കെ ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പിന്നെ ഫ്രണ്ട് പോർഷന് മാത്രമേ അത് കൊടുത്തിട്ടുള്ളേ. ബാക്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ടോപ്പ് നോക്കാം. അതിൻ്റെ ടോപ്പ് ഇതാ ഇങ്ങനെ ഈ റഫിളായിട്ടുള്ള ആ ഒരു സ്ലീവാണേ കണ്ടോ. ഇത് ഇങ്ങനെ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെക്കാം. അതല്ല അതിന് സ്ലീവോടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ആ സ്ലീവിൽ വരും കണ്ടോ. അപ്പോൾ ആ പാവാടയുടെ തന്നെ മുത്തുകൾ ഇവിടെ നമ്മൾ നെക്കിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും പ്രിൻസസ് കട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സിമ്പിൾ ബ്ലൗസാണ്. നമ്മുടെ കപ്പൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് പാഡുണ്ടല്ലോ, പാഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ്. ഇതാ കണ്ടോ, പാഡൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇതിലേതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറഞ്ഞാൽ മതി, നമുക്ക് കാണിക്കാം. ഇത് പാഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഓപ്പൺ ആണേ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു ഇത്. പിന്നുള്ളത് ഒരു ഫ്രോക്കാണ് കേട്ടോ. നമ്മുടെ ഹൈ ലോ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പുള്ള ഒരു ഫ്രോക്കാണ്. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൂവൊക്കെ വെച്ചിട്ട് അതിലൊരു മുത്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു സ്ലീവ് തന്നെയാണ് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന. ഇത് നമ്മൾ ഇടുമ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതാണ്. ബാക്ക് വശം ഇത് ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അവിടെ നമ്മൾ സാധാ പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അയൺ ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗം ബോക്സ് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മളിതാ ഈ സാധാ ലൈനിങ്, പിന്നെ ഇതാ നമ്മുടെ സ്റ്റിഫ് നെറ്റ്, പിന്നെ ഒരു കോട്ടൺ ലൈനിങ്, അങ്ങനെ നമ്മൾ 3 ലൈനിങ് ഒക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ ഒരു കെട്ടും വരും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ 16-ാം തീയതിയിലേക്കുള്ള കല്യാണ തയ്യലുകളെ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതിൻ്റെയെങ്കിലും സ്റ്റിച്ചിങ് കാണണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി, നമുക്ക് ഉടനെ തന്നെ സ്റ്റിച്ചിങ് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ദിവസമായിരുന്നു. അപ്പോൾ ഞാനും കല്യാണത്തിനൊക്കെ പങ്കെടുത്തു. അപ്പോൾ നമ്മൾ തയ്ച്ച ഓരോരുത്തരും ആ ഡ്രസ്സുകളൊക്കെ ഇട്ട് നമുക്കിതാ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതേ ഓരോരുത്തരും അവരുടെ ഡ്രസ്സുകളൊക്കെ നല്ല അടിപൊളി സുന്ദരികളായിട്ട് ഒരുങ്ങി ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും കല്യാണത്തിന് പങ്കെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഒറ്റ ഫ്രെയിമിൽ എല്ലാവരെയും കാണാൻ നമ്മൾ തയ്ച്ച ഡ്രസ്സുകളുടെ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പേരൻസിനും എല്ലാവരും നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു കേട്ടോ പറഞ്ഞത്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. നമുക്കും പങ്കെടുക്കേണ്ട കല്യാണം തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ഇത് നമ്മുടെ ധനക്കുട്ടിയാണ് കേട്ടോ. ധനക്കുട്ടിക്കൊക്കെ നമ്മൾ റിസപ്ഷന് വേണ്ടിയാണ് ആ തയ്ച്ചത്. അപ്പോൾ അത് ഇതിലുണ്ട്, നമുക്ക് കാണാം. ഇത് ദുർഗയാണ്. ആ ഒരു പാവാടയുടെ തന്നെ ഒരു തുണി ആ ഒരു നമ്മുടെ ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിസപ്ഷൻ ലുക്കാണിത്. ധനത ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ. ആ ഒരു ഹൈ ലോ ഡ്രസ്സാണ്. എനിക്കും ഒത്തിരി സന്തോഷവും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ധന ഇപ്പോൾ എന്തോ വഴക്കിട്ട് കരഞ്ഞിട്ടൊക്കെ വന്നിരിക്കുവാണ്. നമ്മുടെ ഗോപികയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.